വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം. ലണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. ആദ്യം LDF സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് ആദ്യവാരത്തോടെ ജനമനസ്സിൽ സർക്കാരിന് നല്ല പിന്തുണയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. പുതിയ ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാൻ CPIM മാർച്ച് 4-5 തീയതികളിൽ സംസ്ഥാന സമിതി ചേരും. BJP സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് നേതൃയോഗം. ഒരാഴ്ചയ്ക്കകം BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. BJP അംഗത്വം സ്വീകരിച്ച് ഫുട്ബോൾ പരിശീലകൻ TK ചാത്തുണ്ണി. പൂഞ്ഞാറിൽ ജനപക്ഷം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് PC ജോർജ്. മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അടുത്ത മാസം 3-ന് തീരുമാനമെടുക്കും. ആര് പിന്തുണ നൽകിയാലും സ്വീകരിക്കുമെന്നും തീവ്രവാദികളുമായി ബന്ധമുള്ള UDF-മായി സഹകരിക്കില്ലെന്നും PC ജോർജ്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെ ആറ്റുകാൽ പൊങ്കാല. പണ്ടാരടുപ്പിൽ തീ പകർന്നതോടെ വീടുകളിൽ പൊങ്കാലൊരുക്കി ഭക്തർ. കുത്തിയോട്ടവും താലപ്പൊലിയും നടന്ന ചടങ്ങുകൾ മാത്രമായി. പൊങ്കാല നിവേദ്യം വൈകിട്ട് 3:40-ന്. തലമുണ്ടനം ചെയ്ത് വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ പ്രതിഷേധം. 14 ജില്ലകളിലും പ്രചാരണം നടത്തും. സ്ത്രീ സുരക്ഷ എവിടെയെന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയട്ടെ എന്ന് പെൺകുട്ടികളുടെ അമ്മ. അമ്മയ്ക്കൊപ്പം തലമുണ്ടനം ചെയ്ത് സമരസമിതി പ്രവർത്തകർ. അസൻ നിക്ഷേപ സംഗമത്തിൽ EMCC പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ലെന്ന് ഫൊക്കാന മുൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. അമേരിക്കൻ വ്യവസായികൾ പങ്കെടുത്ത പരിപാടിയിൽ ഷിജു വർഗീസ് ഉണ്ടായിരുന്നില്ലെന്ന് പോൾ കറുകപ്പിള്ളി. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ തീരദേശ യാത്രയുമായി കോൺഗ്രസ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ്. മന്ത്രിമാർക്ക് മറവി രോഗമെന്നും പരിഹാസം. കടൽ തീരെഴുതുന്ന സർക്കാരിനെ കടലിന്റെ മക്കൾ കടലിലെറിയുമെന്ന് ഉമ്മൻചാണ്ടി. UDF അനുകൂല മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ ഹർത്താൽ ഭാഗികം. സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടർന്ന് PSC ഉദ്യോഗാർത്ഥികൾ. രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. മന്ത്രി AK ബാലനുമായുള്ള LGS CP ഉദ്യോഗാർത്ഥികളുടെ ചർച്ച നാളെ. യൂത്ത് കോൺഗ്രസ് സമരവും തുടരുന്നു. രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 24 പൈസയും ഡീസലിന് 16 പൈസയും കൂട്ടി. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 91 രൂപ 33 പൈസയും ഡീസൽ വില 85 രൂപ 72 പൈസയുമായി. സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും വില സർവകാല റെക്കോർഡിലേക്ക്. 1 ക്വിന്റൽ കൊപ്രയുടെ വില 14,000 രൂപ. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 220 രൂപ. പുതുക്കിപ്പണിത പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ ഭാരപരിശോധന തുടങ്ങി. 24 മണിക്കൂർ ഭാരം കയറ്റിയ വാഹനങ്ങൾ പാലത്തിൽ നിർത്തിയിട്ട് പരിശോധന നടത്തും. പരിശോധന നടത്താൻ തീരുമാനിച്ചത് നിർമ്മാണ പ്രവൃത്തികൾ 98% പൂർത്തിയായതോടെ. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭം തുടരുന്നു. ഉത്തരേന്ത്യയിൽ കൂടുതൽ കിസാൻ മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിക്കും. കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ച് ആക്ടിവിസ്റ്റ് നൌദി കൗറിന് ജാമ്യം. ചെങ്കോട്ട സംഘർഷത്തിൽ നീതിയുക്തമായ അന്വേഷണത്തിന് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. ആലപ്പുഴ മാന്നാറിൽ യുവതിയെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കും. സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തൽ. ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് 5 പേരെ. ബിന്ദു ദുബായിൽ നിന്ന് സ്വർണം എത്തിച്ചത് ബെൽറ്റിൽ ഒളിപ്പിച്ച്. DMK-യുമായുള്ള സീറ്റ് ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടി വീണ്ടും ചെന്നൈയിലേക്ക്. അടുത്തയാഴ്ച ആദ്യം DMK നേതാക്കളുമായി ചർച്ച നടത്തും. കനിമൊഴി, ദുരൈമുരുകൻ, TR ബാലു എന്നിവരുമായാണ് ചർച്ച. LDF-ന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ നയിച്ച ബിനോയ് വിശ്വം MP-ക്ക് കോവിഡ്. ഫേസ്ബുക്കിലൂടെ ബിനോയ് വിശ്വം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത ദിവസങ്ങളിൽ താനുമായി ഇടപഴകിയവരെല്ലാം പരിശോധന നടത്തണമെന്ന് ബിനോയ് വിശ്വം MP. സിനിമാ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് ഫിലിം ചേംബർ. ബുധനാഴ്ച സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം കൊച്ചിയിൽ. സെക്കൻഡ് ഷോ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ കത്തിൽ സർക്കാരിന്റെ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ സംയുക്ത യോഗം തീരുമാനിക്കും. സോഷ്യൽ മീഡിയയിലെ സൂപ്പർ താരങ്ങൾക്ക് പുരസ്കാരവുമായി 24. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ മികച്ച വ്ളോഗർമാരെ കണ്ടെത്തിയാണ് പുരസ്കാരം സമർപ്പിക്കുന്നത്. കൊച്ചി ലേ മെറിഡിയനിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കും. കേരള ബാറ്റ്. വയനാട് DCC സെക്രട്ടറി PK അനിൽകുമാർ പാർട്ടി വിട്ടു. പ്രാദേശിക വികാരം സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നില്ലെന്ന് അനിൽകുമാർ. LJD-യിൽ ചേരുമെന്നും പ്രഖ്യാപനം. പുതുമുഖങ്ങൾക്കും വനിതകൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് ഉമ്മൻചാണ്ടി. സാഹചര്യം മനസ്സിലാക്കി ഘടകകക്ഷികൾ വിട്ടുവീഴ്ച ചെയ്യണം. മകൻ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാവില്ലെന്നും UDF-ന് ഭൂരിപക്ഷം കിട്ടിയതിനു ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും ഉമ്മൻചാണ്ടി 24-നോട്.
BJP അധികാരത്തിൽ വന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള നിർബന്ധിത മതപരിവർത്തനം തടയാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് കെ സുരേന്ദ്രൻ. കേരളത്തിൽ മതപരിവർത്തനവും തീവ്രവാദവും ശക്തം. മുസ്ലിം ലീഗിനെ കൂടി സഹകരിപ്പിക്കണമെന്ന ശോഭാ സുരേന്ദ്രൻ നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്നും BJP. UDF 80 മുതൽ 90 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്തുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. 99% സീറ്റ് ചർച്ചകളും പൂർത്തിയാക്കി. ലീഗ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുവെന്നും മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ലീഗ് ഭൂരിപക്ഷം നിലനിർത്തുമെന്നും PK കുഞ്ഞാലിക്കുട്ടി 24നോട്. യൂത്ത് ലീഗ് പുനഃസംഘടന ഉടൻ നടത്തണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടു. സന്ദർശനം ദേശീയ വൈസ് പ്രസിഡന്റ് മുയിൻ അലി തങ്ങളുടെ നേതൃത്വത്തിൽ. ഹൈദരലി തങ്ങളുടെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കണമെന്ന യൂത്ത് ലീഗ് നേതാക്കൾ. PJ ജോസ് വിഭാഗത്തിനെതിരെ പരാതിയുമായി ജോസ് കെ മാണി വിഭാഗം. കേരള കോൺഗ്രസ് എമ്മിന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി. മോൻസ് ജോസഫ് നടത്തുന്ന ട്രാക്ടർ റാലിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പേര് ഉപയോഗിച്ചെന്നാണ് പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയായിരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. അനധികൃതമായ ബോർഡുകളും ഫ്ലെക്സുകളും ഒരാഴ്ചക്കുള്ളിൽ നീക്കാൻ നിർദ്ദേശം. സ്ഥാനാർത്ഥിത്വം തള്ളാതെ സംവിധായകൻ കമൽ. സ്ഥാനാർത്ഥിയാകുമെന്നും ഇല്ലെന്നും ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് കമൽ. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും തന്റെ പേര് ഉയരാറുണ്ട്. ഭരണ തുടർച്ചയുണ്ടാകുമെന്നും സാംസ്കാരിക മേഖല സർക്കാരിനൊപ്പമുണ്ടെന്നും കമൽ 24നോട്. LDF സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് ജോസ് കെ മാണി. ഇടത് തുടർ ഭരണത്തിന് പാലായിൽ നിന്ന് സംഭാവന ഉണ്ടാകും. സീറ്റുകളിൽ കടുംപിടുത്തമില്ലെന്നും സ്വാധീന മേഖലകളിൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വനിതാ ലീഗ്. കരുത്തുറ്റ ഉത്തരവാദിത്ത ബോധമുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം തെരഞ്ഞെടുക്കുമെന്ന് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട്. വനിതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ലീഗിൽ ചർച്ചകൾ നടന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സുഹറ മമ്പാട് 24നോട്. മുസ്ലിം ലീഗിനെ NDAയിലേക്ക് സ്വാഗതം ചെയ്ത നിലപാട് ആവർത്തിച്ച് ശോഭാ സുരേന്ദ്രൻ. ലീഗ് വർഗീയ പാർട്ടിയാണ്, പക്ഷേ നരേന്ദ്രമോദി ഉൾക്കൊള്ളാൻ തയ്യാറായാൽ സ്വീകരിക്കും. ഭാവിയിൽ കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ എങ്ങോട്ടാണ് ലീഗ് പോവുകയെന്നും ശോഭാ സുരേന്ദ്രൻ. ദേശീയ വാർത്തകൾ. രാജ്യത്ത് പുതുതായി 16,488 പേർക്ക് കോവിഡ്. 12,771 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ 113 മരണം. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്ത്. കത്തയച്ചത് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ മാർച്ച് 31 വരെ നീട്ടിയ പശ്ചാത്തലത്തിൽ. കോവിഡ് പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ ജാഗ്രത തുടരണമെന്ന് കത്തിൽ ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല. പശ്ചിമ ബംഗാളിൽ മുന്നണി വിപുലീകരണം ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഇടത് സഖ്യം. കൂടുതൽ പാർട്ടികളെ മുന്നണിയിലെത്തിക്കാൻ നീക്കം. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടുമായി സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങി. രാജ്യത്ത് 1,37,00,000 പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്നലെ മാത്രം 2,84,297 പേർ വാക്സിൻ സ്വീകരിച്ചു. ISROയുടെ PSLV C5 റോക്കറ്റ് വഴി ബ്രസീൽ നിർമ്മിത ഉപഗ്രഹം ആമസോണിയ 1 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ISRO ഈ വർഷം നടത്തുന്ന ആദ്യ വിക്ഷേപണമാണിത്. മിസോറാമിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാർച്ച് 1 മുതൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകണം പ്രവർത്തനമെന്ന് നിർദ്ദേശം. ബോളിവുഡ് താരം കങ്കണ റണാവത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൃതിക് റോഷൻ മുംബൈ പോലീസിന് മുന്നിൽ ഹാജരായി. സ്വകാര്യ ചിത്രങ്ങളും ഇമെയിലും ഹൃതിക് ചോർത്തിയെന്നായിരുന്നു കങ്കണയുടെ ആരോപണം. കേസിനാസ്പദമായ സംഭവമുണ്ടായത് 2016. തമിഴ്നാട്ടിൽ ഇന്ത്യ ജനനായക കക്ഷിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നടൻ ചന്ദ്കുമാറിന്റെ പാർട്ടിയായ സമത്വ മക്കൾ കക്ഷി DMK സഖ്യത്തിനൊപ്പം ചേരാൻ നീക്കം. പരിവേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ജനനായക കക്ഷി DMKയുമായി സഖ്യത്തിലാണ്. രാജ്യത്ത് അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങൾക്കുള്ള വിലക്ക് മാർച്ച് 31 വരെ നീട്ടി. ഉത്തരവ് പുറത്തിറക്കി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. കാർഗോ വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല. ഇന്ത്യൻ ജുഡീഷ്യറി ജീർണിച്ചുവെന്ന പരാമർശത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ കോടതിയലക്ഷ്യ നടപടിക്ക് അനുമതി നൽകാൻ കഴിയില്ലെന്ന് അറ്റോർണി ജനറൽ. രഞ്ജൻ ഗൊഗോയുടെ പരാമർശങ്ങൾ ജുഡീഷ്യറിയുടെ നല്ലതിനെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ. ഹർജി നൽകിയത് പൊതുപ്രവർത്തകനായ സാകേത് ഗോഖലെ. അഭിനന്ദൻ വർത്തമാന്റെ എഡിറ്റ് ചെയ്ത വീഡിയോ പുറത്തുവിട്ട് പാകിസ്ഥാൻ. ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോയിൽ തന്റെ നാട്ടുകാരിൽ നിന്നും പാകിസ്ഥാൻ പട്ടാളം രക്ഷിച്ച് ചികിത്സ നൽകി എന്നടക്കമാണ് വർത്തമാൻ പറയുന്നത്. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാതാക്കൾ പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി. ടോയ് ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
ഗോവ IIT ക്യാമ്പസിനായുള്ള പുതിയ സ്ഥലത്തിന്റെ പ്രഖ്യാപനം ഈ മാസം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. പ്രസ്താവന IIT ക്യാമ്പസിനായി നിശ്ചയിച്ച സ്ഥലത്ത് നിർമ്മാണം തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് 3 സ്ഥലങ്ങൾ പരിഗണനയിലുണ്ടെന്നും വിദഗ്ധ സംഘം അന്തിമ തീരുമാനമെടുക്കുമെന്നും ഗോവ മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗ്ലാദേശുമായി വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാൻ തീരുമാനം. അസമിൽ നിന്ന് ധാക്കയിലേക്കുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്ന നടപടികൾ സംബന്ധിച്ചും ചർച്ച നടന്നു. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ. രാംബാൻ റാംസു മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തി. കൊൽക്കത്ത കൽക്കരി കുംഭകോണ കേസിൽ വ്യാപാരി രൺധീർ ബാരൻവാളിന് സമൻസ് അയച്ച് CBI. കഴിഞ്ഞ ദിവസം രൺധീറിന്റെ വ്യവസായ സ്ഥാപനങ്ങളിൽ CBI റെയ്ഡ് നടത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയുടെ ഭാര്യയെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതിനു പിന്നാലെയാണ് നടപടി. സമൂഹ മാധ്യമങ്ങളെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ മഹാരാഷ്ട്ര മന്ത്രി. നീക്കം ജനാധിപത്യത്തിന് ഭീഷണിയെന്ന മഹാരാഷ്ട്ര IT മന്ത്രി സതേജ് പാട്ടീൽ. അന്താരാഷ്ട്ര വാർത്ത. US പ്രസിഡന്റ് ജോ ബൈഡൻ മെക്സിക്കൻ പ്രസിഡന്റ് ആൻഡ്രസ് മാനുവൽ ലോപ്പസുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തും. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കൂടിക്കാഴ്ച. കുടിയേറ്റം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കും. എല്ലാ രാജ്യങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കണമെന്ന പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം. സംഘർഷബാധിത രാജ്യങ്ങളിലും ദരിദ്ര രാജ്യങ്ങളിലും വാക്സിൻ ലഭ്യമാകുമെന്ന് UN സുരക്ഷാ സമിതി. എല്ലാ രാജ്യങ്ങൾക്കും വാക്സിൻ തുല്യമായി നൽകണമെന്നും ഐക്യരാഷ്ട്രസഭ. ദക്ഷിണ കൊറിയയിൽ വാക്സിൻ വിതരണത്തിന്റെ ആദ്യ ദിനത്തിൽ 18,500 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചെന്ന് അധികൃതർ. ദക്ഷിണ കൊറിയയിൽ നടക്കുന്നത് അസ്ട്രാസെനേഗയുടെ ആദ്യ ഡോസ് വാക്സിൻ വിതരണം. ചൈനീസ് പൗരന്മാർക്ക് 10 വർഷത്തെ മൾട്ടിപ്പിൾ വിസ നിരോധിക്കാനൊരുങ്ങി അമേരിക്ക. ഇതിനായി വിസ സെക്യൂരിറ്റി ആക്ട് അവതരിപ്പിച്ച സെനറ്റർമാർ. ചാരവൃത്തി തടയുന്നതിനാണ് നിയമനിർമ്മാണം. ബിൽ പാസായാൽ ചൈനീസ് പൗരന്മാർക്ക് 10 വർഷത്തെ B1, B2 വിസ നൽകില്ല. ഹേത്തിയിൽ ജയിലിൽ സംഘർഷം. 25 പേർ കൊല്ലപ്പെട്ടു. 400 തടവുകാർ ജയിൽ ചാടിയതായി അധികൃതർ. കൊല്ലപ്പെട്ടവരിൽ ജയിൽ വാർഡൻ. ചൈനയുടെ സിനോവാക് വാക്സിന്റെ റെഗുലേറ്ററി പരിശോധനയ്ക്ക് ഒരുങ്ങി മലേഷ്യ. വാക്സിൻ വിതരണത്തിനായി സിനോവാക് ബയോടെക് ലിമിറ്റഡുമായി മലേഷ്യ കരാർ ഒപ്പിട്ടത് കഴിഞ്ഞ മാസം. ആദ്യഘട്ടത്തിൽ ജനസംഖ്യയുടെ 22% പേർക്ക് വാക്സിൻ നൽകും. അമേരിക്കയിൽ എബോള വൈറസ് പടരാനുള്ള സാധ്യത കുറവാണെന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. നിലവിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കും. ബാധിത രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും അധികൃതർ. US ക്യാപിറ്റോളിലെ ട്രംപ് അനുകൂല കലാപത്തിൽ രാസവസ്തു സ്പ്രേ ചെയ്ത വീഡിയോയിൽ അന്വേഷണം ശക്തമാക്കി FBI. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പ്രയാസ് സിക്നിക്കെതിരെ രാസവസ്തു സ്പ്രേ ചെയ്ത ആളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് അന്വേഷണ സംഘം. ജോർദാൻ താഴ്വരയിലെ വാസസ്ഥലങ്ങൾ തകർക്കുന്ന നടപടി നിർത്തിവെക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭയും സുരക്ഷാ സമിതിയിലെ യൂറോപ്യൻ അംഗങ്ങളും. പൊളിച്ചുനീക്കലിൽ അതീവ ആശങ്കയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ. കൊടുംതണുപ്പിൽ നിന്ന് കരകയറുന്ന ടെക്സസ് സന്ദർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പവർ ഗ്രിഡിലുണ്ടായ തകരാർ പരിഹരിച്ചതിനു പിന്നാലെയാണ് സന്ദർശനം. വൈദ്യുതി ബന്ധം തകരാറിലായതിനു പിന്നാലെ വിതരണത്തിനായി എത്തിച്ച 8,000 ഡോസ് കോവിഡ് വാക്സിൻ നശിച്ചിരുന്നു. പലസ്തീനിലേക്ക് 2ാം ബാച്ച് വാക്സിനുകൾ അയക്കുമെന്ന് UN ഡെപ്യൂട്ടി പെർമനന്റ് റെപ്രസെന്റേറ്റീവ് കെ നാഗരാജ് നായിഡു. അടുത്തയാഴ്ച തന്നെ വാക്സിൻ വിതരണം പൂർത്തിയാക്കും. കോവിഡ് ദുരിതാശ്വാസ ബിൽ പാസാക്കി US ജനപ്രതിനിധി സഭ. മാർച്ച് പകുതിയോടെ ബിൽ സെനറ്റിൽ അന്തിമമായി പാസാക്കാൻ നീക്കം. 1.9 ട്രില്യൺ മുതൽ മുടക്കുള്ള ബില്ലിൽ മിനിമം വേതനം ഉയർത്തുന്നതിനുള്ള പരാമർശവും. സൗദി മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകം സംബന്ധിച്ച US രഹസ്യാന്വേഷണ റിപ്പോർട്ട് തള്ളി സൗദി അറേബ്യ. വധത്തിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശികൾക്ക് പങ്കുണ്ടെന്നായിരുന്നു റിപ്പോർട്ടിലെ പരാമർശം. റിപ്പോർട്ട് നിഷേധാത്മകവും അസ്വീകാര്യവുമെന്ന് സൗദി അറേബ്യ. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മാധ്യമ സംഗമം 2021 ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 8:00 വെർച്വലായി നടത്തുന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, ഏഷ്യനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് MG രാധാകൃഷ്ണൻ, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ പങ്കെടുക്കും. പുതിയ ഫീച്ചർ അവതരിപ്പിച്ച് ട്വിറ്റർ. അധിക ഉള്ളടക്കം ഉൾപ്പെടുത്താൻ സഹായിക്കുന്ന സൂപ്പർ ഫോളോ ഫീച്ചർ അവതരിപ്പിച്ചത് നിക്ഷേപകർക്കായി നടന്ന വെർച്വൽ ഇവന്റിൽ. 2023 ട്വിറ്ററിന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്വിറ്റർ സ്ഥാപകൻ ജാക്ക് ഡോർസി. ടെക് ഭീമൻ വാവ ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നുവെന്ന് റിപ്പോർട്ട്. യൂറോപ്യൻ US ഉപരോധങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളാണ് വാവി. ഈ വർഷം തന്നെ ഈ കാറുകളുടെ മോഡലുകൾ അവതരിപ്പിക്കുമെന്ന് സൂചന.
താലിബാൻ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാന് പിന്തുണ അറിയിച്ച് ബ്രിട്ടൻ. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയുമായി നടത്തിയ ചർച്ചയിൽ ഇത് സംബന്ധിച്ച നിലപാടറിയിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. അഫ്ഗാൻ സമാധാന പ്രക്രിയയ്ക്ക് പൂർണ്ണ പിന്തുണയെന്നും ബോറിസ് ജോൺസൺ. തന്റെ വീടിനെതിരെ ഗുണ്ടാക്രമണമുണ്ടായതായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് പൽവാഷ ഖാൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ആക്രമണമെന്നും ആരോപണം. ആക്രമണത്തിലൂടെ തന്നെ ഭയപ്പെടുത്താനാകില്ലെന്നും മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്നും പൽവാഷ ഖാൻ. സ്കൂളുകളിലെ ഇ ലേണിംഗ് മാർച്ച് 25 വരെ നീട്ടി ഷാർജ. ഉത്തരവ് പുറത്തിറക്കി ദുരന്ത നിവാരണ സമിതി. ഇന്ത്യൻ സിലബസ് പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താനാകുക ഇനി അടുത്ത അധ്യയന വർഷം മാത്രം. സ്പോർട്സ് വാർത്തകൾ. ലാലിഗയിൽ ഇന്ന് ബാഴ്സലോണ സെവിയെ നേരിടും. ജയിച്ചാൽ ബാഴ്സയ്ക്ക് റയൽ മാഡ്രിഡിനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്താം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി വെസ്റ്റ് ഹാം പോരാട്ടം. ലീഡ്സ് യുണൈറ്റഡും ആസ്റ്റൺ വില്ലയും തമ്മിലാണ് ഇന്നത്തെ മറ്റൊരു മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഒഡീഷ FC ഈസ്റ്റ് ബംഗാളുമായി ഏറ്റുമുട്ടും. പ്ലേ ഓഫ് സാധ്യത അവസാനിച്ച ഇരു ടീമുകളും ഇറങ്ങുന്നത് ആശ്വാസ ജയത്തിനായി. മത്സരം രാത്രി 7:30 ഗോവ GMC സ്റ്റേഡിയത്തിൽ. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് നഗരസഭാ കൌൺസിലറുടെ അതിക്രമം. ചെരുപ്പിക്കടയിലെ ജീവനക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പരാതി BJP നേതാവും ചെമ്പഴന്തി കൌൺസിലറുമായ ചെമ്പഴന്തി ഉദയനെതിരെ. ജീവനക്കാരനെ മർദ്ദിച്ചത് മാസ്ക് വയ്ക്കാതെ കടയിൽ കയറിയത് ചോദ്യം ചെയ്തപ്പോൾ. കൊല്ലം പുനലൂരിൽ പണി കഴിപ്പിച്ച ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങളായിട്ടും തുറന്നു കൊടുക്കുന്നില്ലെന്ന് പരാതി. വൈദ്യുതിയും വെള്ളവും എത്താത്തതിനാൽ തുറന്നു കൊടുക്കാത്തത്. 4 കോടി രൂപ മുതൽ മുടക്കിൽ പണി കഴിപ്പിച്ച കെട്ടിടം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെട്ടിടം തിടുക്കത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നുവെന്ന് ആക്ഷേപം. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ ദേശീയപാത ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ്. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മഞ്ജുക്കുട്ടൻ. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. റീബിൽഡ് കേരള മിഷന്റെ ഭാഗമായി 2018 പ്രളയത്തിൽ വീട് തകർന്നു പോയവർക്ക് മുത്തൂറ്റ് പാപ്പച്ചൻ ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകിയ 23 വീടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുണഭോക്താക്കൾക്ക് കൈമാറി. പത്തനംതിട്ട ജില്ലയിൽ ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്നത് 48 വീടുകൾ. ഓൺലൈനായി സംഘടിപ്പിച്ച ചടങ്ങിൽ കൈമാറിയത് ചിറ്റാർ, മെഴുവേലി, കണമ്പനാട് എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കിയ 23 വീടുകൾ. ആലപ്പുഴയിൽ 13 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയാൽ പിടിയിൽ. കരിയിലക്കുളങ്ങര ജനമൈത്രി പോലീസ് അറസ്റ്റ് ചെയ്തത് കായംകുളം പത്തിയൂർ സ്വദേശി പ്രകാശിനെ. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിൽ. കൈക്കൂലി കേസിൽ ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിലെ ASI MV ജോയിക്ക് 2 വർഷം തടവ്. 50,000 രൂപ പിഴ ഈടാക്കണമെന്നും കോടതി. അഴിമതി നിരോധന വകുപ്പ് പ്രകാരം ശിക്ഷ വിധിച്ചത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളത്ത് കേന്ദ്രസേനയെത്തി. വടക്കൻ പറവൂരിൽ റൂട്ട് മാർച്ച് നടത്തി. ജില്ലയിൽ പറവൂരിലും കിഴക്കമ്പലത്തുമായി 2 കമ്പനി കേന്ദ്രസേന ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എറണാകുളം അങ്കമാലിയിൽ മിനി ലോറിയിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചു. അങ്കമാലി അങ്ങാടിക്കടവ് സിഗ്നൽ ജംഗ്ഷനിൽ രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ കുന്നംകുളം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KV ഉഷ അന്തരിച്ചു. കോവിഡ് ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പട്ടാമ്പി നഗരസഭയിൽ 2021-22 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണിത്. ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ TP ഷാജിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മലപ്പുറത്ത് തെരുവ് നായ്ക്കളിൽ വൈറസ് രോഗം പടരുന്നു. കഴിഞ്ഞ കനൈഡിസ്റ്റംബർ എന്ന വൈറസ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം. രോഗബാധ കണ്ടെത്തിയത് അരയ്ക്ക് താഴെ തളർന്ന നിലയിൽ കണ്ട തെരുവുനായെ ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോൾ. കൊട്ടിയൂർ പെരുമാൾ സേവാ സംഘം സ്ഥാപകനും ദേവസ്വം ട്രസ്റ്റിയുമായിരുന്ന K കുഞ്ഞിരാമൻ നവതി ആഘോഷങ്ങൾക്ക് കമ്മിറ്റി രൂപീകരിച്ചു. കോഴിക്കോട് ഗോകുലം ഗലേറിയയിൽ നടന്ന ചടങ്ങിൽ സേവാ സംഘം ആയുഷ്കാല ഓണററി പ്രസിഡന്റും ഗോകുലം ഗ്രൂപ്പ് ചെയർമാനുമായ ഗോകുലം ഗോപാലൻ ലോഗോ പ്രകാശനം ചെയ്തു. ഇന്ധനവില വർധനയ്ക്കെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി വാഹനങ്ങളുടെ കൂട്ടാത്മഹത്യാ സമരം നടത്തി. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ MK മുനീർ MLA. നികുതി വർദ്ധിപ്പിച്ച് പൊതുജനങ്ങളുടെ ദുരിതത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെന്ന് MK മുനീർ. വടകര പുതിയ സ്റ്റാൻഡിന് സമീപം വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കി. സംസ്ഥാന സർക്കാരിന്റെ 12 പരിപാടിയിൽപ്പെട്ടത് ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം. 15 ലക്ഷം രൂപ ചെലവിൽ വിശ്രമ കേന്ദ്രം പണി കഴിപ്പിച്ചത് നഗരസഭയുടെ നേതൃത്വത്തിൽ.
കോഴിക്കോട് വില്യാപ്പള്ളിയിൽ അക്വേറിയം ഫാമിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ ദുരൂഹത. ഫാമിലെ വിളവെടുക്കാറായ ഗിഫ്റ്റ് തിലാപ്പി ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ചത്തത്. പരിശോധനയിൽ വെള്ളത്തിന്റെ പിഎച്ചും അമോണിയയും സാധാരണ നിലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. വടകര പോലീസ് അന്വേഷണം തുടങ്ങി. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ സ്ഥാപനം അടച്ചുപൂട്ടി. കോഴിക്കോട് കല്ലാച്ചി മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന A1 കൂൾബാർ ബേക്കറിക്കെതിരെയാണ് നടപടി. പരിശോധന നടത്തിയത് ക്ലീൻ നാദാപുരം പദ്ധതിയുടെ ഭാഗമായി. കോഴിക്കോട് നന്മണ്ട ഓടിയിൽ റബ്ബർ പുരയ്ക്ക് തീപിടിച്ചു. ഷെഡിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ പൂർണ്ണമായി കത്തിനശിച്ചു. നാട്ടുകാരെത്തിയാണ് തീയണച്ചത്. LDF സർക്കാരിന്റെ യുവജന വഞ്ചനയ്ക്കെതിരെ പദയാത്ര നടത്തി ABVP വയനാട് ജില്ലാ കമ്മിറ്റി. മീനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച യാത്ര സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അമൽ മനോജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രതിഷേധക്കാർ കളക്ടറേറ്റ് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. കണ്ണൂർ ഷൊർണൂർ മെമു സർവീസ് മാർച്ച് 16 മുതൽ. ഷൊർണൂരിൽ നിന്ന് പുലർച്ചെ 4:30 പുറപ്പെടുന്ന ട്രെയിൻ 9:10 കണ്ണൂരിലെത്തും. വൈകിട്ട് 5:20 കണ്ണൂരിൽ നിന്ന് തിരിക്കുന്ന ട്രെയിൻ ഷൊർണൂരിലെത്തുക രാത്രി 10:55. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും 2021-22 വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. 93 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഇതോടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വാർഷിക പദ്ധതിക്ക് അംഗീകാരം നേടിയ ജില്ലയായി കണ്ണൂർ മാറി. ഓൺലൈൻ ഗ്രാമസഭ നടത്തി ഇരിട്ടി മാട്ടറയിലെ പ്രവാസികൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി യോഗത്തിൽ പങ്കെടുത്തത് 100ഓളം പ്രവാസികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മൈതാനങ്ങൾ നിശ്ചയിച്ച ഉത്തരവ്. 5 വീതം മൈതാനങ്ങൾ നിശ്ചയിച്ചാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായി കളക്ടർ ഉത്തരവിട്ടത്. വരണാധികാരികൾ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്ന പ്രകാരം മൈതാനം മുൻഗണനാടിസ്ഥാനത്തിൽ അനുവദിച്ചു നൽകണമെന്നും ഉത്തരവിൽ. കേരള കേന്ദ്ര സർവകലാശാലയുടെ 12ാമത് സ്ഥാപക ദിനാഘോഷം മാർച്ച് 2-ന് ചന്ദ്രഗിരി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാപക ദിന പ്രഭാഷണം നടത്തും. വീണ്ടും ഹെഡ്ലൈൻ ന്യൂസിലേക്ക്. എന്റർടൈൻമെന്റ് ന്യൂസ്. എഴുത്തുകാരനും നിർമ്മാതാവും നടനുമായ തമ്പി ആന്റണിയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം നാളെ രാവിലെ 8-ന് എഴുത്തുകാരായ സക്കറിയ, റോസ്മേരി, KP രാമനുണ്ണി എന്നിവർ പ്രകാശനം ചെയ്യും. ജസീല ബാനുവിന്റെ കുറിപ്പുകൾ, മരക്കിഴവൻ, കൂനമ്പാറ കവല എന്നീ നോവലുകളാണ് പ്രകാശനം ചെയ്യുക. ഇമ്രാൻ ഹാഷ്മിയും ജോൺ അബ്രഹാമും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന മുംബൈ സാഗ എന്ന ഹിന്ദി ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. കാജൽ അഗർവാൾ നായികയാകുന്ന ചിത്രത്തിന്റെ സംവിധാനം സഞ്ജയ് ഗുപ്തയാണ്. മാർച്ച് 19 ചിത്രം റിലീസ് ചെയ്യും. आज से हौसला बंद। पूछे हुए हाथ तूने काटा क्या? मेरे भाई को हाथ लगाया था उसने। आज से तेरा किस्सा खत्म और मेरी कहानी शुरू। ഫാക്ട് ചെക്ക്. ഡിജിറ്റൽ ഇന്ത്യയുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് 2100 രൂപയ്ക്ക് ലാപ്ടോപ്പും പ്രിന്ററും മൊബൈലും നൽകുമെന്ന പ്രചാരണം വ്യാജം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന വെബ്സൈറ്റിലാണ് തെറ്റായ പ്രചാരണം നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. ഉത്തർപ്രദേശിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന മാസ്ക് പരിശോധന നടത്തുമെന്ന് വ്യാജ പ്രചാരണം. ഉത്തർപ്രദേശ് പോലീസിന്റേതെന്ന പേരിൽ വ്യാജ ശബ്ദ സന്ദേശം ഉൾപ്പെടെയാണ് പ്രചരിക്കുന്നത്. പ്രചാരണം വ്യാജമാണെന്ന് ഉത്തർപ്രദേശ് പോലീസിന്റെ ട്വീറ്റ്. കേന്ദ്ര സർക്കാരിന്റെ കുസും യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ വാർത്തയുടെ സത്യാവസ്ഥയിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ കുസും യോജന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്ന ഒരു കുറിപ്പാണിത്. കുസും യോജന പദ്ധതി പ്രകാരം സോളാർ പമ്പുകൾ സ്ഥാപിക്കാൻ 5600 രൂപ ഫീസ് നൽകണമെന്നാണ് പ്രചരിക്കുന്നത്. ഹിന്ദിയിലാണ് കുറിപ്പ് പ്രചരിക്കുന്നത്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ സീലോടുകൂടിയാണ് കുറിപ്പ് പ്രചരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടില്ല. പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ ജസ്പ്രീത് ബുംറ കളിക്കില്ലെന്ന് BCCI. തീരുമാനം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന താരത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ചു. ഓൺലൈൻ റമ്മിക്കളി നിയമവിരുദ്ധമാക്കി. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. നിലവിലെ നിയമത്തിൽ മാറ്റം വരുത്തി പണം വെച്ചുള്ള ഓൺലൈൻ റമ്മികളി കൂടി ഉൾപ്പെടുത്തിയാണ് മാറ്റം. ടോക്കിയോ ഒളിമ്പിക്സിൽ കാണികൾക്ക് പ്രവേശനം നൽകണമെന്ന ആവശ്യവുമായി ഒളിമ്പിക്സ് മേധാവി സിക്കോ ഹാഷിമോട്ടോ. കാണികളുടെ എണ്ണം പരിമിതപ്പെടുത്തി പ്രവേശനം നൽകണം. ഒഴിഞ്ഞുകിടക്കുന്ന ഗ്യാലറിയുമായി ഒളിമ്പിക്സ് നടത്തുക പ്രായോഗികമല്ലെന്നും സിക്കോ ഹാഷിമോട്ടോ.
RSSന്റെ BJPയുടെ മൊഴികളുടെ രാജ്യത്തെ മറ്റെല്ലാ ആശയങ്ങളെയും പ്രധാനമന്ത്രി ആക്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഒരാശയം മറ്റെല്ലാ ആശയങ്ങളിലും ആധിപത്യം പുലർത്തുന്ന ഒരു ഇന്ത്യ ആവശ്യമില്ലെന്നും രാഹുൽ ഗാന്ധി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ 8 സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ കേന്ദ്രം. ക്യാബിനറ്റ് സെക്രട്ടറി ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ന്യൂസ് പൂർത്തിയാകുന്നു. Number 1 Election Channel 24.